5 April 2025. മുത്തുമണി എണീറ്റോ കാശ്മീര് പോവാൻ? നമുക്ക് കാശ്മീര് പോവാം. ഗേറ്റിലെത്തി കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാൻ സമയം എടുക്കും. നമ്മളെല്ലാ ലിസ്റ്റും നോക്കുമായിരുന്നേ, എല്ലാം എടുത്തിട്ടില്ലേന്ന്. സാംകുട്ടിന് എക്സൈറ്റഡ് ആണോ ടാറ്റ പോവാൻ? യാ യാ അമ്മ എക്സൈറ്റഡ് ആണേ. എടാ, ഈ ലോകത്തുള്ള എല്ലാരും പോയടാ കാശ്മീര്. നമ്മള് ലാസ്റ്റ് കാശ്മീര് പോയി. എന്തേതാ അത് അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി അതിനകത്തൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ഡ്രസ്സ് എല്ലാം അതിനൊക്കെ അത്രയും ഭാരം വരത്തില്ലേ? ഞാനൊരു ഗേൾ അല്ലേടാ. എന്നെ പോലെ ഒരു ജട്ടിയും കൊണ്ട് ഞാൻ യാത്ര ചെയ്യാറില്ല. എന്തോ സാമു ടാറ്റ പോവാണോ നീ? ടാറ്റ. ഞങ്ങക്ക് കൊച്ചുള്ളത് കൊണ്ട് വേഗം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. ഞങ്ങക്കത് അറിയില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി പോയതാ. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ ജീവൻ്റെ ജീവനെയും കാണാതെ പോയായിരുന്നു. പക്ഷെ എൻ്റെ ജീവനെയും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ എൻ്റെ ജീവൻ്റെ ജീവനും. ഗായ്സ്, സാമു നീ എന്തൊക്കെ പരിപാടിയാടാ കാണിക്കുന്നത് ഇവിടെ? എടാ കുസൃതി. ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിന് ഒരു 4 hours കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ക്രിസ്റ്റിയുടെ കസിൻ വിനോദേട്ടൻ്റെ വൈഫും നമ്മളെ കാണാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് സമയം കുറച്ച് കളയാം, അല്ലെങ്കിൽ ബോറടിക്കും. ഉറക്കമൊക്കെ വന്നായിരുന്നേ, പക്ഷെ പെട്ടെന്ന് ഉറക്കം എവിടെയോ പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാം, എന്നിട്ട് അവരെയും കൂടെ കാണാം. മസാല ദോശ എത്രയാ? പ്ലെയിൻ ദോശക്ക് എത്രയാ? റെഗുലർ പ്ലെയിൻ ദോശ 255, മസാല ദോശയ്ക്ക് 30 രൂപ കൂടി. മസാല ദോശ 230. ഞങ്ങളിപ്പോ ടെർമിനൽ 1 ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റിയുടെ കസിന്റെ വൈഫും വരുന്നുണ്ട്. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്നായിരുന്നു പ്ലാൻ. പക്ഷെ അത്രയും നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ സെൻട്രൽ ടിഫിൻ റൂം CTR സെൻട്രൽ ടിഫിൻ റൂം അല്ലേടാ കാണിച്ചേടാ. എന്താണ് ടിഫിൻ എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദോശയൊക്കെ കിട്ടും. ശരി തന്നെയായിരുന്നു, അവിടെ ദോശ ഉണ്ട്. അതുകൊണ്ട് 2 മസാല ദോശ കഴിക്കാന്ന് വിചാരിച്ചു. സാമുൻ ഇപ്പൊ പുതുതായിട്ട് എന്തിനും ഏതിനും നോ പറയുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൻ എന്തിനും ഏതിനും നോ പറയും. അവന് ഇഷ്ടമുള്ള സാധനം കൊടുത്താലും അവൻ നോ എന്ന് പറയും. തല ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണം. ഭക്ഷണം കഴിച്ചിട്ടും പ്രത്യേകിച്ച് എനർജി ഒന്നും വന്നിട്ടില്ല. ഭയങ്കര ക്ഷീണമായിപ്പോയി. സാംകുട്ടൻ അമ്മയുടെ പ്രതിമ ഉണ്ടല്ലേ?
ഇതാണോടാ അമ്മ? അമ്മ ഇങ്ങനെയാണോ നിക്കാറ്? ഇതാണ് ഞാൻ എന്നാണ് സാമു പറയുന്നത്. ശരി ശരി വരുവാ. അതെ, അവനിങ്ങനെ മാമാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന. അവൻ അപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് വെറുതെ അങ്ങ് പറയാ അപ്പച്ചൻ. നിനക്ക് അപ്പച്ചനെ കാണണോ? അപ്പച്ചനെന്തോ കഴിക്കോടാ. എനിക്ക് ഫുഡ് കഴിച്ചോണ്ടേയിരിക്കും. പൊന്നു അത് എടുക്കല്ലേ? കഴിക്കില്ല, കിച്ചണ് കഴിക്കാനുണ്ടായിരുന്നു. Samu smile. Samu? ഫ്ലൈറ്റിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളിപ്പോ ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ബുക്ക് ചെയ്യുമ്പോ സീസൺ ആണ്, ഭയങ്കര പൈസയായിരിക്കും. പക്ഷെ ഫ്ലൈറ്റ് കാര്യം അങ്ങനെ സംഭവിക്കുന്നത്. ആൾക്കാര് കേറുന്നുണ്ടോ? 2:30 सभी चट्टानें इस मोटर टेक्टर लगे हैं। मैं आगे लगी ताकि आपके पीछे खड़े यात्री आगे बढ़ सके ताकि मेहमान मदद मिलेगी और Wow. Mama. നമ്മള് 6:30 ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തു. ഇപ്പൊ നമ്മള് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാ. ഫ്ലൈറ്റിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവൻ ഫുൾ ടൈം ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു തലവേദന എന്റർടൈൻമെന്റും കൊടുക്കേണ്ട വന്നില്ല. ഞാനും കുറച്ച് ഉറങ്ങി. ഒത്തിരി ഉറങ്ങിയൊന്നുമില്ല, കുഴപ്പമില്ലാതെ ഉറങ്ങി. ചിരിച്ചു വന്നു കുഞ്ഞി. നല്ല ചിരിയാണേ. സാമുന്റെ ചിരി നല്ലതാണോന്ന് പറയണേ. 6 മണിക്ക് 8:30. ഞാനുണ്ടല്ലോ പണ്ട് 2017 പണ്ട് ഓൾ ഇന്ത്യ ടേബിൾ ടെന്നീസ് നമ്മുടെ ഈ ഇന്റർ യൂണിവേഴ്സിറ്റി സംഭവമില്ലേ, അത് കളിക്കാൻ വേണ്ടി പോയപ്പം ട്രെയിനില് കാശ്മീരി എന്നുള്ള കുറെ പേരെ കണ്ടു. അപ്പം ഞങ്ങള് നോക്കുമ്പോ ഭയങ്കര ഭംഗിയുള്ള കുറെ ചെക്കന്മാര്. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡിലിരുന്ന് ഗേൾസ് എല്ലാരും ഇങ്ങനെ അവരെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. അത്ര
രസമാണ് കാണാൻ. അപ്പൊ അതിന്റെ അകത്ത് ഒരു പുള്ളിയായിട്ട് ഇങ്ങനെ കമ്പനിയായി നമ്മുടെ അതേ ഏജിലുള്ള. അപ്പൊ അവൻ ഈ അടുത്ത് എന്റെ വീഡിയോയുടെ താഴെ കോമെന്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷില്. പിന്നെ ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അപ്പോഴത്തെ തരംഗം ഫേസ്ബുക്ക് ആണല്ലോ, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയി. എന്നിട്ട് ഈ അടുത്ത് എന്റെ ഏതോ ഒരു യൂട്യൂബിൽ ഞാനിട്ട വീഡിയോയുടെ താഴെ പുള്ളി കോമെന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾ വരൂ, ഇങ്ങോട്ട് വരൂ, അവരെ വിളിച്ചാലോ, വിളിക്കണോ, നല്ല സഹായം ആവും. ഇല്ല, ഞാൻ കാര്യമായിട്ട് പറയുവാണ്, തമാശിച്ചതല്ല. ശരിക്കും പുള്ളി നിങ്ങൾ എവിടെയാണ്, നിങ്ങളെ കാണണം എന്നുണ്ട്, നിങ്ങൾ കാശ്മീരിലേക്ക് വരൂ എന്നൊക്കെ കോമെന്റ് ചെയ്തായിരുന്നു. അപ്പം ചിലപ്പോ ഞാനും അവനും തമ്മിൽ കാണാനായിരിക്കും ഇപ്പൊ ഈ ട്രിപ്പ് തന്നെ നടന്നത്. എന്റെ ലോങ് ടൈം നോ സി ഫ്രണ്ട്, കാമുകനല്ല, അങ്ങനെ ഒരു ടോക്ക്. ഇവിടെ എന്താ ഫ്രണ്ട്ഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ ഞങ്ങളന്ന് കുറേ സമയം, എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലായിരുന്നു അത്തവണ കളിച്ചത്. അപ്പൊ ഹൈദരാബാദ് വരെ ഇങ്ങനെ സംസാരിച്ചിരുന്നായിരുന്നു ആ പുള്ളിയായിട്ട്. പിന്നെ ആ സമയത്ത് നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവൂലോ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ പെട്ടെന്ന് അവൻ ഇങ്ങനെ അന്ന് കുറെ സമയം സംസാരിച്ചതും ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയും ഇവിടെ എങ്ങനെയാണ് ലൈഫ്. പക്ഷെ അവൻ പറഞ്ഞ പോലെ ഒന്നും ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ബാക്കി നാളെ പറയാം. വിശന്നിട്ട് കിളികൾ പറന്ന വഴിക്ക് പുല്ല് പോലും മുളയ്ക്കാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാനാണ് ഇനി പോന്നെ, അല്ലേ? നിനക്ക് എന്നാ വേണ്ടേ കഴിക്കാൻ? മട്ടൻ വേണോ, ചിക്കൻ വേണോ, നോയോ, എന്തേലും കഴിക്കണ്ടേ മുത്തോ? वासवान मतलब थाली, वासवान मतलब थाली, बट सर ഞങ്ങൾ സ്റ്റേയിലെത്തി. ഒരു ഹോളി ഫാമിലി എന്ന് പറഞ്ഞൊരു ചേർച്ചിന്റെ ഒരു സ്റ്റേ ആണ്. ഇതൊരു സാധാരണ സ്റ്റേ ആണ്. ഇതൊരു അണ്ടർ ബജറ്റ് റൂമാണ്. നമ്മളൊരു അണ്ടർ ബജറ്റിലുള്ളൊരു അത്ര സ്പെൻഡ് ചെയ്യാത്തൊരു ട്രിപ്പാണ് നടത്തിയേക്കുന്നത്. അത്ര ഫാൻസി അല്ല, പക്ഷെ പോതും. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും ദ വ്യൂ ഈസ് ഗുഡ്. ഇതൊരു മോളാ കാണുന്നത്, പക്ഷെ ഏതോ രാജ്യത്തെത്തിയ പോലെ തോന്നുന്നു. സാമോട്ട് ചോളി ഉന്തി കളിക്കുന്നു. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇങ്ങോട്ട് നോക്ക്, ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കേ. അങ്ങനെ ഭയങ്കര ഒരു തണുപ്പൊന്നും ഇല്ലേ? ഓക്കെ. ഫുഡാണ് നമ്മുടെ മേജർ എക്സൈറ്റ്മെന്റ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ആദൂസിലെത്തി. ഇവിടുന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് മട്ടൻ റോങ്കൻ ജോഷ്. കുറേ നേരമായില്ല ഞാനത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നത് കഴിച്ചിട്ടേ ഉള്ളു കാര്യം. അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോകാൻ എനിക്ക് അറിയത്തില്ല, വിശന്നിട്ട്. മട്ടൻ റോങ്കൻ ജോഷ്, 2 റോട്ടി, തന്തൂർ റോട്ടി, പിന്നെ ഒരു ക്ലിയർ സൂപ്പ് ചിക്കൻ സാമൂന്. ഇത്രയാണ് പറഞ്ഞത്. നോക്കട്ടെ ഇഫ് ഇറ്റ്സ് വർത്ത് ദ ഹൈപ്പ് ഓർ നോട്ട്. ചിരിച്ചേ. അയ്യോ, ചൂട് നോക്കട്ടെ. അമ്മ പൊന്നെടുക്കണ്ട. വേണോ അമ്മ തരാം. ഇതാണ് റോട്ടി. വാവ് വാവ്.
മട്ടൻ റോഗൻ ജോഷ്. ആ ഉളുമ്പ് മണമൊന്നുമില്ല നമ്മൾ മട്ടൻ വെക്കുമ്പോൾ. ഒരു സാലഡ് പോലെ. അമ്മ എടുക്കും അമ്മ തരും കേട്ടോ പൊന്നിന്. ഇത് നോക്ക്, അമ്മ തരാം, ഇതിന് തരാം കേട്ടോ. നോക്കട്ടെ, നല്ലതാണോ? ആ വേണം, അമ്മ തരാം. നോക്കട്ടെ, കുറച്ച് കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കയറിയിരിക്കും ഇങ്ങോട്ട്. നമുക്ക് തരാൻ പറ്റില്ല, അപ്പായിക്ക് തരാൻ പറ്റും. നേരെ ഇരിക്കും, അങ്ങനെയല്ല, കയറിയിരിക്കും. I'm not impressed. Are you impressed? Yes, huh? What? Wow. This is good. ഇതാണ് ഫെർണി. ഫെർണിയാണോ ഫോണിയാണോ? 6 April 2025. രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഒരു ധൃതിയായിരുന്നു കേട്ടോ. രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഒരു 1.5 മണിക്കൂർ എടുത്തു ഒന്ന് സെറ്റായി ഇറങ്ങാൻ വേണ്ടി. സാമൂനെയൊക്കെ റെഡിയാക്കി ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ ട്യൂലിപ്പ് ഗാർഡനിലാണ് ഫസ്റ്റ് വന്നത്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. നമ്മള് നോട്ട്ബുക്കില്ലേ, പണ്ട് നോട്ട്ബുക്കൊക്കെ കിട്ടുമ്പോ ആ നോട്ട്ബുക്കില് ഫ്രണ്ടിലുള്ള കവർ പേജ് ഇല്ലേ, അതുപോലെ. എനിക്ക് ട്യൂലിപ്പ് ഗാർഡനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ഒറ്റപ്പെട്ട് കാണുന്ന ചെറി ബ്ലോസം, മഞ്ഞ കളറുള്ള ഒരു ചെടിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രസമുണ്ട്. എൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. ഇഗ്നോറൻസ് ഇസ് നോട്ട് എ ബ്ലിസ്, ബട്ട് ഐ ഡോണ്ട് നോ ദ നെയിംസ്. ഈ മഞ്ഞച്ചെടിയൊക്കെ ഇല്ലേ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ചെറി ബ്ലോസം, ഈ മഞ്ഞച്ചെടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ഭംഗിയില്ലെന്നല്ല കേട്ടോ, ഇത് വര വരച്ച പോലെ. ഇതാകുമ്പം കുറച്ചൊരു ഡിഫറെന്റ് ലുക്ക് ഉണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോ മുഗൾ ഗാർഡൻ കാണാൻ വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നപ്പോ ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് അങ്ങനത്തെ സ്ഥലം കണ്ടേ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അത് കാണിച്ചു തരാം.
എനിക്ക് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ട്, പക്ഷെ കത്തി വിലയായിരിക്കും. ഞാൻ ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കാൻ ക്രിസ്റ്റിയെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റിയനെ തെറി വിളിക്കും. ആ കശ്മീർ വരാൻ വേണ്ടി ജാക്കറ്റും എന്തൊക്കെ മേടിക്കാവോ അതൊക്കെ മേടിച്ചായിരുന്നു. ഇപ്പൊ ശശിയായനെ സാമക്കുട്ടിന് ഞങ്ങള് ജാക്കറ്റൊക്കെ മേടിച്ചായിരുന്നു. അവൻ അതിട്ടപ്പോ ചൂടെടുത്തിട്ട് ഊരി എറിഞ്ഞ് സാധാരണ ഷർട്ട് ഇട്ടിട്ടാ നടക്കുന്നത്. അപ്പൊ അത്ര തണുപ്പൊന്നും ഇല്ല ഈ സമയത്ത്. കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റും സാധാരണ. ഞാനിപ്പോ ഒരു ഉള്ളില് മറ്റേ ഇന്നറൊക്കെ ഇട്ടായിരുന്നു. ഇന്നറല്ലല്ലോ, ലെയറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അത്രയും ലെയറിങ്ങിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഇത് ഒന്നും ഹാൻഡ് വർക്ക് അല്ല കേട്ടോ, ഇതൊക്കെ മെഷീൻ എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സിലൊക്കെ ആക്ച്വലി ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഒത്തന്റിക് എംബ്രോയിഡറി പരിപാടിയൊക്കെ ഉണ്ട് കാശ്മീരിന്. പക്ഷെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കൂടുതലും മെഷീൻ എംബ്രോയിഡറി തന്നെ, അതുകൊണ്ടാണ് അത് ചീപ്പായിട്ട് കിട്ടുന്നത്. അപ്പം എനിക്കങ്ങനെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനതൊന്നും മേടിക്കുന്നില്ല. അങ്ങനെ വലിയ വിലയൊന്നും പറയുന്നുമില്ല കേട്ടോ, സാധാരണ വിലകളൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അവിടെയും ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ബ്രോഡ്വേയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതേ എംബ്രോയിഡറി ഉള്ള സാധനങ്ങൾ. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഇപ്പം ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ചുമ്മാ, പക്ഷെ മേടിച്ചില്ല. പിന്നെ മേടിക്കാം ഇനി തോന്നിയാൽ ആശയടക്കം. കാരണം ഇനി ഇത് മേടിച്ചിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുക അല്ലാതെ ഇതും കൊണ്ട് ഒരു ഗുണവും ഇല്ല വീട്ടിൽ ചെന്നിട്ട്. അതുകൊണ്ട് പിന്നെ സസ്റ്റൈനബിലിറ്റി. ഇപ്പൊ ഞങ്ങള് മുഗൾ ഗാർഡനിലേക്ക് കയറാൻ പോവാണ്. ഞാനാണെങ്കിൽ ഒരു ഗാർഡൻ വൈബ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഗാർഡൻ ഒന്നും കാണുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കാണാം. പിന്നെ ഭയങ്കര തിരക്കും ഇന്ന് ഞായറാഴ്ചയും. ഇപ്പം ലോക്കൽസ് ഒരുപാട് പേര് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര തിരക്ക്. ടിക്കറ്റ് എടുക്കാൻ പോയത് അവിടെ ഭയങ്കര തിരക്കാട്ടോ. ഞാൻ ശരിക്കും മടുത്ത. ഇന്നൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്താ എനിക്ക് പറ്റിയെന്ന് അറിയത്തില്ല, വല്ലാണ്ട് വയ്യാതായിപ്പോയി. ഞാൻ എന്റെ സ്വപ്നങ്ങളില് മറ്റൊരു ജമ്മു ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കണ്ടത് വേറെന്തോ ഒരു ജമ്മു. പിന്നെ ഭയങ്കര തിരക്കല്ലേ, ഭയങ്കര ക്രൗഡഡ് ആണ് സ്ഥലം. അപ്പൊ അത്രയ്ക്ക് അങ്ങ് ഇംപ്രസീവ് ആയിട്ട് തോന്നത്തില്ല ഇത്രയും ക്രൗഡഡ് ആകുമ്പോഴത്തേക്കും. അയ്യോ, ഞാനാണെങ്കിൽ ഇവിടെ ചൂടത്ത് നിൽക്കുവാണ്. ഞാൻ ഇതിന്റെ അകത്ത് മറ്റേ ജോക്കിയുടെ ലെയർ ചെയ്യുന്ന സാധനമൊക്കെ പണ്ട് നീനിച്ചാള് പോയപ്പോ മേടിച്ചോ, ഞാൻ ഒരു ആഡംബരത്തിന് വേണ്ടി എടുത്തോണ്ട് ഞാൻ എടുത്തിട്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തണുപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് ഒടുക്കത്തേതിന്റെ ചൂടെടുക്കുന്നുണ്ട്. ഞാനൊരു ശശിയായിട്ടാണ്, ഒരു ആക്ച്വൽ ശശിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെയെങ്കിലും എനിക്ക് തോന്നി ആ കാറിൽ നിന്ന് തന്നെ ഊരിയാലോ, നിന്നെ ഡ്രൈവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാ. ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ വലിച്ചിട്ട് ഊരാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും ഊരിക്കളഞ്ഞേനെ. ചൂടെടുക്കുന്നു. സാമുനെയൊക്കെ കണ്ടോ, സാധാരണ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതിന്റെ അടിയിൽ ഒരു ടീഷർട്ട് ഉണ്ടെന്ന് മാത്രം. मेरे पास है गिम्बल है भैया, ये चाहिए. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേര് ശരിക്കും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നിഷത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നായിരുന്നു അതിന്റെ പേര്. ആക്ച്വലി ഞാൻ പറഞ്ഞതിലൊരു തെറ്റ് വന്നു. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം മുഗൾസിന്റെ ടൈമിൽ ഉണ്ടാക്കിയ ഗാർഡൻസ് ആണ്. ഈ ഗാർഡന്റെ പേരാണ് മുഗൾ ഗാർഡൻ നിഷത്ത്. ഇതിനു മുന്നേ പോയത് ഒരു മുഗൾ ഗാർഡൻ തന്നെയാണ്. അപ്പൊ ഇതാണേ പിന്നെ ലാസ്റ്റ് ഗാർഡൻ. ഇനിയൊരു ഗാർഡൻ എന്റെ ജീവിതത്തിലില്ല.
ഗാർഡൻ വേണമെങ്കിൽ നട്ട് നനച്ചുണ്ടാക്കിയിട്ട് വീട്ടിന്റെ തിണ്ണേലിരുന്ന് കണ്ടോണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ആളുകള് ചായയും ബിസ്ക്കറ്റും അങ്ങനെ എല്ലാം എടുത്ത് തുണിയൊക്കെ വിരിച്ച് നല്ല സ്നേഹത്തോടെ ഓരോരോ കുടുംബങ്ങളും ഇരുന്നിങ്ങനെ സൊറയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ചന്തമുണ്ട്. ആ ഹാർമണി കാണുമ്പോ നല്ല രസമാണ്. നീ എന്താ പറയുന്നേ നീ? ഓ നിശ്ചത്ത കാക്ക പറന്നു പോയോ? പിന്നെ നമുക്ക് കാശ്മീരി ഡ്രസ്സിലിട്ട് ഫോട്ടോ എടുത്താലോ? 3 പേർക്കും കൂടെ. എനിക്കെടുക്കണമെന്നല്ല, കിറ്റിന് ഇങ്ങനെ എടുപ്പിക്കാം. ഞങ്ങൾ കാശ്മീരി ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോവാ. ലെസ് ഫാൻസി ആയിട്ടുള്ള ക്രിസ്റ്റി ജേക്കബ് അലക്സിന് ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും സാമും കൂടെ, അവനിപ്പോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്ക് അവനെ അധീനനാക്കും. ഓക്കെ, സോ ലെറ്റ് സെലക്ട് ദ കോസ്റ്റ്യൂം. വൈഡ് വെറൈറ്റി ഉണ്ട് സെലക്ട് ചെയ്യാൻ. ഓ, ഞാൻ സെലക്ട് ചെയ്തിട്ട് വരാവേ. ഇനി ഫോട്ടോ കാണിച്ചു തരാം നിങ്ങളെ. അത്രയൊക്കെ തന്നെ ഉള്ളതാണ്. അത്ര ഉള്ളതാണോ? 2 പേർക്ക് 500 രൂപ എടുക്കാന്നാ? 2 പേരുടെ ഫോട്ടോ എടുക്കാൻ 500 രൂപ, ഒരാളുടെ ഫോട്ടോ എടുക്കാൻ 250 രൂപ. ബാർഗൈനിങ് ഒന്നും വർക്ക് ആവത്തില്ല അല്ലേ അവിടെ? എടുക്കാന്നാ? ഒരു രസമല്ലേ ഇവനെ ഇടിപ്പിക്കുക. എന്നാ ഇവനെ മാത്രം ഇടിപ്പിച്ചിട്ട് എടുക്കേ. 250 രൂപ. അപ്പൊ സാംകുട്ടനാണ് ലോട്ട് വീണിരിക്കുന്നത്. സാം 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 ഡാ, സാംകുട്ടൻ മറ്റു കുടുംബങ്ങളുടെ കൂടെ പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളെ അത്ര അവന് തൃപ്തികരമല്ലെന്ന് തോന്നുന്നു. അവൻ വേറെ ആൾക്കാരെ കാണുമ്പോൾ ഓടിച്ചെന്ന് അവരുടെ കൂടെ ഇരിക്കുക. സാം വാ, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. വാ സാമുവേ. സാം കുഞ്ഞി, നോ 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 നോ. എന്റെ മോനാണെങ്കിൽ ഒരു തരത്തിലും നമ്മളെ മൈൻഡ് ആക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ മനസ്സിലായത്, വെക്കേഷൻ വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് അവന് വേണ്ടി വെക്കേഷൻ വന്ന പോലെയാ. അപ്പൊ എനിക്കൊരു വെക്കേഷൻ കിട്ടുന്നില്ല. ഞാൻ അവന്റെ പുറകെ ഓടുവാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിയിട്ടും അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പം, പണ്ട് ഇവൻ ഉണ്ടാവുന്നതിനൊക്കെ മുന്നേ ആണെങ്കിൽ ഞാനിപ്പോ ആ ഡ്രസ്സൊക്കെ ഇട്ട്, കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ പൊളിച്ചേനെ. ഇപ്പൊ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഞാൻ നോക്കട്ടെ. അവൻ 6:30 കൂടെ അങ്ങ് പോവും. ഞാൻ മടിയായോണ്ട് എനിക്ക് നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം. പക്ഷെ എനിക്ക് കഴിയൂല, ഞാൻ എടുത്തില്ല. സാമുന്റെ എടുത്തു കേട്ടോ, കണ്ടില്ലേ? അവൻ എൻജോയ് ചെയ്തു. അവനിങ്ങനെ എന്തെങ്കിലും വേഷം കെട്ടലൊക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് എന്തിഷ്ടമാണ് കൊടുക്കുന്നത് അതുപോലെയാണല്ലോ അവരിഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവൻ എന്തെങ്കിലും വേഷം കെട്ടിച്ചിട്ട് തുള്ളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അവൻ വളരെ കൂളായിട്ട് അതൊക്കെ ഇട്ട് പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ അമ്മേ, എന്നെ കൊണ്ട് കഴിയൂല. ആദ്യമായിട്ടാ ഞാനൊരു ട്രിപ്പ് വന്നിട്ട് എനിക്ക് ഇത്ര എക്സോഷൻ വരുന്നത്. എന്റെ അമ്മ, ഭക്ഷണം മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പൊ കാശ്മീരിന് ഡെന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം. ഇനി ഷിക്കാര റൈഡൊക്കെ നല്ലതായാൽ ബെറ്റർ ആവുമായിരിക്കും. ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇവനെ കൊണ്ട് യാത്രയൊക്കെ ചെയ്യാറുള്ളതാണല്ലോ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല്
ഇവന് വെയിറ്റ് വെച്ചില്ലേ, പൊക്കെല്ലാം വെച്ചു, ആളൊരാളായില്ലേ. അതുകൊണ്ട് അത്ര എഫോർട്ട്ലെസ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ഇവനെ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവനെ ക്യാരി ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പം ക്രിസ്റ്റിയാണ് ഫുൾ ഇവനെ എടുക്കുന്നത്. എന്നെ കൊണ്ട് തീരെ പറ്റത്തില്ല അവനെ എടുത്തോണ്ട് നടക്കാൻ. കാശ്മീരി പിള്ളേരുടെയൊക്കെ കവിളി ഇങ്ങനെ നല്ല ചുമന്നിട്ട് അതിനി അവരെന്തേലും തേക്കുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഭയങ്കര ക്യൂട്ടാ. സാമുന് ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കും നാളെ തൊട്ട്, അങ്ങനെ ഇരിക്കാൻ വേണ്ടി. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്. ഇവിടെ അവരിങ്ങനെ ബ്ലഷ് ഇട്ട പോലെ ഈ 2 ഭാഗത്ത് മാത്രം നല്ല ചുമന്ന് സ്ട്രോബെറി പോലെ, ആപ്പിൾ പോലെ ഇരിക്കും. മുഗൾ ഗാർഡൻ ഇത്രയും മതി, പോയേക്കാം. മുഗൾ ലിഷത്ത് ഗാർഡൻ ബൈ ബൈ. ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്നതിൻ്റെ അകത്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ. വളരെ സാഡാണ്, സാഡ് സീനാണ് ഇതൊക്കെ. എനിക്ക് ദേഷ്യം വരും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ശ്യാമിന്റെ ഫോട്ടോ കാണിച്ച് എടുക്ക്, വെളിയിലെടുക്ക്. ഇങ്ങനെ വാ. क्या नाम है आपका? സാം. हेलो भैया. കാണിക്ക്, കേരള വരത്തെയോ. हेलो. അങ്ങനെ നമ്മൾ നിഷത്ത് ഗാർഡനോട് വിട പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് ഉരിയുന്നു. നമുക്ക് ആ കുൾഫി ഇല്ലേ വന്നേ, എന്തായിരുന്നു എന്റെ പേര്, സാഫ്രൻ കുൾഫി, അത് ഒന്നുകൂടെ കഴിക്കണം. കേസരിയ കുൾഫി, കേസർ കുൾഫി. ഞങ്ങൾ വാസ്വാൻ കഴിക്കാൻ വേണ്ടി വന്നതാണ്. വയറ് ഇപ്പൊ എന്നോട് പറഞ്ഞു ഇനി നീ ഫുഡ് കഴിക്കണമെന്നില്ല, ഞാൻ മരിക്കാൻ പോവാന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഗിവപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു വയറ് എന്നെ ശാന്തയാകൂ, അപ്പൊ നിനക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മാജിക്കലായിട്ടുള്ള ഒരു ഫുഡ് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ഞങ്ങൾ ഇവിടുത്തെ ഒരു ലോക്കൽ സെറ്റപ്പില് വാസ്വാൻ കഴിക്കാൻ വന്നു. ആദ്യം ഒരു സ്ഥലത്ത് പോയി, ഒരു ജെ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഫുഡ് ഇല്ലായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി ഈദല്ലായിരുന്നു. അപ്പൊ അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ വീട്ടിലൊക്കെ പോയത് കൊണ്ട് മാസമായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ സെറ്റപ്പുകളാണ്, പക്ഷെ ഇവിടുത്തെ ഫുഡായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഞങ്ങൾ പോയില്ലേ രാത്രിയിൽ, അത് അത്ര ഭയങ്കര ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഇപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. സോ വാസ്വാൻ എന്ന് പറയുന്നത് ഇവരുടെ സദ്യ പോലെയൊക്കെ തന്നെ, നോൺ വെജിറ്റേറിയൻ. നമ്മൾ വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്ന പോലെ ഇവിടുത്തെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉള്ള ഒരു സംഭവമാണെന്നാണ് അറിഞ്ഞത്. ഒരെണ്ണത്തിന് 800 രൂപ. അപ്പൊ ഞങ്ങൾ ഒരെണ്ണാണ് പറഞ്ഞിരിക്കുന്നത്, 2 പേർക്കും കൂടെ. സോ മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്കിനി ബാക്കിയുള്ള ഒരു 1-2 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അത് കൂടുതൽ ഇത് ഹെക്റ്റിക് ആക്കാൻ പറ്റത്തില്ല, മടുത്തു. അപ്പോൾ ഇനി നമുക്കുള്ളത് ഷിക്കാർ റൈഡും പിന്നെ ഷിക്കാരയും പിന്നെ ഒരു ബേക്കറി ഇല്ലേ, മൂൺലിറ്റ് ബേക്കറി, അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള 2 ആക്ടിവിറ്റി. അപ്പോൾ ആദ്യം ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഈ ഉള്ളിലിട്ടിരിക്കുന്ന സാധനം ഇല്ലേ, ഇത് ഊരി കളയണം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും കുറച്ചോട്ട് തണുപ്പാവുമായിരിക്കും. പക്ഷെ എന്നാലും ഈ ലെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഈ ഒരു കാലാവസ്ഥയിലില്ല കേട്ടോ. സാധാരണ എന്തെങ്കിലും ഒരു ജാക്കറ്റോ എന്തെങ്കിലും എടുത്തിട്ടാൽ ദാറ്റ് വിൽ ഡു. ഞാൻ ഇച്ചിരി കൂടെ ആഡംബരത്തിലാണ് ഇത് വരുമെന്ന് പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ അകത്തൊരു കബാബുണ്ട്, ഇതൊരു ചട്നിയല്ല, സാലഡ് ഇല്ലേ, നമ്മുടെ സലാസ് പോലത്തെ ഒരു സാധനം. പിന്നെ എന്തോ ഒരു ചാറുകറി കൊളുക്കുന്ന ഒരു സംഭവം. ഇനി എന്തെങ്കിലുമൊക്കെ വരുമോ നോക്കാം. 800 രൂപയ്ക്ക് എന്തായാലും ഇത്രയും ആയിരിക്കത്തില്ല. കഴിക്കട്ടെ കേട്ടോ, കൊതി വരാനും മാത്രം ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് അമ്മ കഴിക്കുന്ന പൊന്നു നോക്കാം. ചാവയ്ക്കാം
ഒരു വെള്ള കളറുള്ള ഒരു ഇതും മട്ടൺ തന്നെയാണ്. വെള്ള കളറുള്ള വെള്ളം അറിയത്തില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഇംപ്രസ്ഡ് അല്ല, കൊള്ളാം. പിന്നെ സാൻകുട്ടനാണെങ്കിൽ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, അങ്ങ് പൊളിക്കുവാ. എടുക്കെടുക്ക്. ആ കമ്പൊക്കെ വയലോട്ടിട്. വെരി ഗുഡ്. ഞങ്ങളിവിടെ ഒരു കടയില് ഇങ്ങനെ ഷോളും അതുപോലത്തെ സാധനങ്ങളൊക്കെ നോക്കാം. എനിക്ക് 2 വാൾ ഹാങ്ങിങ് ഒക്കെ നല്ലത് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് റീസണബിൾ ആയിട്ടും ഇവര് തരുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്നതല്ല സത്യമാണോന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു റീസണബിൾ റേറ്റിലാണ് ഇവിടെ നല്ല സാധനങ്ങളും ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് വാൾ ഹാങ്ങിങ് ആയിട്ട്. എനിക്ക് ആ കിളികളുടെ നല്ല ഇഷ്ടമായി, നല്ല രസമില്ലേ. പക്ഷെ അത് നമുക്ക് ഒരു രീതി മാത്രമല്ലേ ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ, ഹൊറിസോണ്ടലായിട്ട് ഇടാൻ പറ്റില്ല, വെർട്ടിക്കൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. എന്നാലും ഞാൻ വാൾ ഹാങ്ങിങ്ങിലേക്ക് ഒരെണ്ണം എടുത്തു. ഇത് മെഷീൻ ആണോ ഹാൻഡാണോ? ഹാൻഡാന്നൊക്കെ ഇവര് പറയുന്നു, പക്ഷെ കാണുമ്പോ അതത്ര വിശ്വസനീയമല്ല. പക്ഷെ വീട്ടിലിട്ടാ നല്ലതായിരിക്കും, ഫ്രെയിം ചെയ്തിട്ട്. സോ അതൊക്കെ തന്നെ കാര്യം. ഇനി ഇവിടുന്ന് പോണം. ഇനി നമുക്ക് ഷിക്കാര റൈഡ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ലേറ്റ് ആവും. പിന്നെ ഐ നീഡ് ടു റിലീസ് മൈ PP. സോ ഇപ്പൊ ഞങ്ങള് ഷിക്കാര റൈഡിന് വേണ്ടി വന്നതാണ്. ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇവന്മാര് ഭയങ്കര പൈസ പറയുന്നത്. സോ ഞങ്ങളിപ്പം ഷിക്കാര റൈഡ് 2000 രൂപയെ 5 പോയിന്റ്സ് അല്ലേ? അപ്പം അത് കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും കുറഞ്ഞ പൈസ ഒന്നുമില്ല. ഇവർക്ക് തിരക്കുള്ളത് കൊണ്ട് അവര് നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞാലും മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് 2000 റുപ്പീസിനാണ് നമ്മൾ പോകുന്നത്. 5 പോയിന്റ്സ്. വെള്ളത്തിന് തണുപ്പുണ്ടോന്ന് നോക്കട്ടെ. വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ കറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. സോ ഇത് 1 മണിക്കൂറാണ്. വെള്ളം നല്ല പേടിയുള്ള ഞാൻ ഇങ്ങനെ ചില്ലായിട്ട്, ഞാൻ വീണാൽ ഈ മനുഷ്യൻ എന്നെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ മൊത്തം ഉറങ്ങിപ്പോയി. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ പിന്നെ ഇവനെ പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അവൻ ഉറങ്ങിയത് എന്തുകൊണ്ടും ഉത്തമമായ ഒരു കാര്യമായി തോന്നുന്നു. എനിക്ക് എന്റെ നൈനിറ്റാളിലെ ഓർമ്മകളാണ് ഞാനിവിടെ അയവിറക്കുന്നത്. ആ ബോട്ടിംഗ് ഓർമ്മകൾ ഞാൻ അയവിറക്കുകയാണ്. അത് നല്ല മനോഹരമായ ഒരു ഓർമ്മകളാണ്. അയവിറത്തോട്ടെ, 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും കാണാം. ഞാന് ഫേമസ് ആയി പോയാലോ? നീ എന്തരാ ഷുക്കൂറെ? കാവ കുടിക്കാം നമുക്ക്. പിന്നെ വെള്ളത്തില് നമ്മൾ ഈ എന്താ പറയുന്നേ,
നമ്മുടെ കാലും ഇങ്ങനെ വെച്ചോ എന്നിട്ട് ഇങ്ങനെ ആട്ടിക്ക് പ്ലീസടാ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആട്ടടാ. നീ ഒരു കോപ്പറേഷൻ ഇല്ല കേട്ടോ, നിന്റെ കൂടി ഇനി ട്രിപ്പ് വരുന്നില്ല. बस अभी भी मैडम हम भी कुछ हम भी कुछ कमाया आपके लिए इंतजार करते हैं। आपका ये बर्तन अच्छा है। हाँ इसी को बोलते हैं ना, अच्छा कावा बना के इसमें गरम कोयला लगाते हैं, थोड़ा थोड़ा पियो आपको मजा आएगा। ना सही बनाएगा एक कप, आधा आधा बनाएगा दोनों को 50। नहीं अब भी बस पी ले शंकर भगवान देख रहा है, आप हमारे लिए कुछ नहीं करते, शंकर भगवान देख रहा है ऊपर, वो देख रहा है। हाँ वो बोलता है आपने कावा नहीं पिया। उनको मैंने बताया था आज सुबह ना, शंकर भगवान को आप जवाब दो। शंकर भगवान मेरे को बोला था कावा एक टाइम पी लो। दिन में एक ही बार पीने की। इधर वो इसका नजर है ना, इधर पर है, ये देखता है मेरा बंदा खाता है या नहीं। कावा नहीं എന്റെ ലിപ്സ്റ്റിക് പോയി. ഇതു നീ ഇതൊക്കെ എൻജോയ് ചെയ്യും. क्या क्या गुलमर्ग जाता है ना, सोनमर्ग जाता है ना, पहलगाम जाता है। आप गए नहीं अभी तक? गया लेकिन हम नहीं जाता। अच्छा अच्छा, वो ऐसे होता है आसपास का जगह पे। പൈസ കൊടുത്തു കഴിയുമ്പോ എനിക്ക് കണ്ണം വരും. നല്ല രസമുണ്ടല്ലോ സംഭവം. थेरेप्यूटिक പിന്നെ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ തൊടുമ്പോഴില്ല നല്ല തണുപ്പ്, പക്ഷെ ഇതിങ്ങനെ സൈഡിലേക്കൊക്കെ എത്തുമ്പോൾ തണുപ്പ് പോകുന്ന പോലെ. എന്താ വെള്ളം കുറവുള്ള സ്ഥലത്ത് പ്രകൃതിയുടെ ഒരു മാജിക് സംഭവം. എന്തായാലും നന്നായി. എനിക്ക് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും. രാവിലെ തൊട്ട് ഞങ്ങൾ ഗാർഡൻ കണ്ട് ഒരു ബൊട്ടാണിക്കൽ ടൂർ നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇവിടെ നല്ല തണുപ്പുട്ടെ. ഈ ഹൗസ് ബോട്ടിൽ നിന്നുള്ള അപ്പിയൊക്കെ ഈ വെള്ളത്തിലായിരിക്കും അല്ലേ? വീഡിയോ കട്ടായോ? ഞാനിങ്ങനെ വെള്ളത്തിൽ കയറ്റി കുറെ നേരമായിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഹൗസ് ബോട്ടുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഹൗസ് ബോട്ടിലെ വേസ്റ്റ് ഒക്കെ ഈ വെള്ളത്തിലേക്കായിരിക്കുമല്ലോ വരുന്നേ, ഈ അപ്പി വേസ്റ്റ്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ആ ഫീലിംഗ് സാരേന്ന് ഇവിടെ തുടിച്ചു വെച്ചേ. നല്ല ബാർബിക്യൂ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മള് കഴിക്കുക ബാർബിക്യൂ എന്താന്ന് വെച്ചാൽ അതൊക്കെ അമിത ചെലവാ. ഇല്ല കേട്ടോ, ഇവിടുന്ന് കഴിക്കുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് പുറത്തു പോയി കഴിക്കാൻ നല്ല ഫുഡ്. പിന്നെ നമ്മളിപ്പോ ലഞ്ച് കഴിച്ചതല്ലേ ഉള്ളൂ, തിന്നാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നോക്ക് മക്കളെ, നോക്കങ്ങോട്ട്. ഇതാണ് മീനാ ബസാർ. അപ്പൊ നമ്മള് ഓടിച്ചോടിച്ച് മീനാ ബസാറിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് ഒരു അയ്യോ പേർഷ്യൻ ഹെറിറ്റേജ് പറഞ്ഞേ. സോ ടെംപ്റ്റിംഗ്. ട്രാഫിക് കൊണ്ട് ഉണ്ടായിരിക്കുക. ആ വണ്ടി അങ്ങോട്ട് പോട്ടെ. ഞാനാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസ് പോകുന്നത്. നമ്മള് ടാറ്റ പോവാ എണീറ്റ്. വാവ്, എനിക്ക് നോക്കിയാ പോലെ. സിക്കാര റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങള്
തളർന്ന ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നൊന്ന് ഫ്രഷ് ആയി കേട്ടോ. അടുത്ത് തന്നെയാണ് ഈ സംഭവമൊക്കെ. പക്ഷെ ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക്. അപ്പം 2 കിലോമീറ്റർ ഞങ്ങൾ അരമണിക്കൂർ എടുത്തിട്ടാണ് എത്തിയത്. എന്തായാലും തിരിച്ചു വന്നിട്ടൊന്ന് ഫ്രഷ് ആയി, ഒന്ന് വാഷ്റൂം, നല്ല പബ്ലിക് വാഷ്റൂംസ് ഒക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പം തിരിച്ച് റൂമിൽ വന്നു. അടുത്തായതുകൊണ്ടാണ് വരാൻ പറ്റിയത് കേട്ടോ. ഇവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഇവന് പാലൊക്കെ കാച്ചിച്ച് കൊടുത്ത് ഇനി ഒന്ന് പുറത്തേക്ക് പോകാൻ ഡിന്നർ കഴിക്കാനും മറ്റ് പരിപാടികൾക്കുമായി. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. ഫുഡ് കഴിക്കാൻ പോവാം. സാമു, അമ്മയുടെ ഷൂ എന്ത് ചെയ്യടാ? അമ്മ ഷൂ ഇട്ടിട്ട് വരാവേ, പൊന്നെ ഇറങ്ങി പോയിക്കോ. ഓക്കെ, അമ്മയ്ക്ക് ഇന്നൊന്നും വേണ്ട ഇനി. ഞാൻ ഇതേ ഇടുന്നുള്ളേ, ഒരു തണുപ്പുമില്ല, ചൂടാ കാശ്മീരിൽ. അതുകൊണ്ട് ഇനി വലിയ സോക്സും പരിപാടിയൊന്നും ഇല്ല. വെറുതെ ഷൂബൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ചില്ല. മടുത്ത് പമ്പിനായിട്ടുണ്ട്. മടുത്ത് പട്ടിയായി എന്ന് പറയത്തില്ലേ, അതെനിക്ക് ഇഷ്ടമില്ല പറയാൻ. എനിക്ക് പട്ടീനെ ഇഷ്ടമാണ്. പമ്പിൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മടുത്ത് പമ്പിനായി എന്ന് പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഞാൻ മടുത്ത് പമ്പിനായ സ്ഥിതിക്ക് ഞാൻ ബെൽറ്റ് എടുക്കാൻ മറന്നു. എൻ്റെ പാൻറ് ഊരിപ്പോവോ, എന്തൊക്കെ പ്രശ്നങ്ങളാ ജീവിതത്തില്. അപ്പൊ ഇനി നമുക്ക് കഹാവയല്ലേ അവനെ, ആ ടീ ഇല്ലേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഹാവ, അത് കുടിക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. അങ്ങനെ ചില ഉദ്ദേശങ്ങളും കൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ലേ, ജാക്കറ്റൊന്നും ഇടാതെ ഇറങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരു അഹങ്കാരം വേണ്ട, ഇനി രാത്രിയിലൊക്കെ ഒന്ന് തണുത്താലോ. അതുകൊണ്ട് പിന്നെയും തിരിച്ചു പോയിട്ടൊരു ജാക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അമ്മേ, ഇത് ഹോളി ഫാമിലി എന്ന് പറഞ്ഞൊരു പള്ളിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. പക്ഷെ ഇതൊരു ആവറേജ് ഫെസിലിറ്റി ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര അടിപൊളിയൊന്നുമല്ല. ഓക്കെ. ഇപ്പം നമ്മളല്ലാതെ അല്ലാതെ നല്ല ഫാൻസി ആയിട്ട് മഞ്ഞുമലയൊക്കെ ഉരുകി വീടുന്നൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് താമസിക്കാൻ. അപ്പം നല്ല ബജറ്റിലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് അണ്ടർ ബജറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മതിയല്ലോ. നമ്മൾ ലോക്കൽസ് അല്ലേ. ഇത് ഇവിടുത്തെ പട്ടിയാണ് ജൂലി. ജൂലി കുർബാനയാ? കുർബാന. അപ്പം പള്ളിയിൽ കുർബാന. എനിക്കാണ് ഈ സെറ്റപ്പ് പേടിയാ. എനിക്ക് ഹോസ്റ്റലിന്റെ ആ ഒരു ഓർമ്മകൾ അയവേർത്ത് പോകും ഞാൻ. വൈകുന്നേരമൊക്കെ ചില ദിവസം കുർബാന ഉണ്ടാവും ഹോസ്റ്റലില്. എനിക്കാണെങ്കിൽ യാതൊരു താല്പര്യമില്ല കുർബാനയ്ക്കും. പള്ളിയും പട്ടക്കാരും ഒന്നും വേണ്ടാത്തൊരു ലൈനായിരുന്നു ഞാൻ. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരും. ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ട്, നമുക്ക് ഇഷ്ടമുള്ളപ്പോ കുർബാനയ്ക്ക് പോകുന്ന പോലെ അല്ല ഫോഴ്സ് ചെയ്തിട്ട് കുർബാനയ്ക്ക് പോകുന്നത്. ഓക്കെ, ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരാ. അതാണ് എനിക്ക് ഈ സ്ഥലത്തിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. ഇപ്പൊ ഞാൻ ക്രോസ് ചെയ്യാൻ പോവാണ്. ഞാൻ ചത്താ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കാണാം. അപ്പൊ ബാക്ക് ടു ദ വീഡിയോ ആൻഡ് ഡയലോഗ്സ്. എനിക്കൊരു ചെരുപ്പ് അടിയന്തരമായിട്ട് മേടിക്കണം. എനിക്ക് ഷൂ ഇട്ടിട്ട് മൊത്തത്തിൽ എൻ്റെ കാലൊക്കെ ഇങ്ങനെ, എൻ്റെ നഖത്തിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ഷൂവിന്റെ ഫ്രണ്ടിലത്തെ ഭാഗത്ത് പോയിട്ട് എൻ്റെ നഖം ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന മെയിൻ സിറ്റിയിലാണ്, ശ്രീനഗർ. അപ്പൊ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു മോള് തന്നെയാണ്. അപ്പൊ ആ മോളിന്റെ അകത്തേക്ക് വന്നത് ചെരുപ്പ് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അപ്പൊ ചെരുപ്പ് നോക്കണം. അതുപോലെ ഫുഡ് കഴിച്ചിട്ട് ചെരുപ്പ് നോക്കിയാ പോരെ? അപ്പോഴത്തേനും ഇതെല്ലാം പൂട്ടി പോവോ? സ്കെച്ചേഴ്സിന് ചെരുപ്പുണ്ടാവോ? ഓക്കെ, ഞാൻ സ്കെച്ചേഴ്സിലൊന്ന് കയറി ചെരുപ്പ് നോക്കിയിട്ട് വരാം. സ്കെച്ചേഴ്സിൽ നോക്കി, പക്ഷെ ഉദ്ദേശിച്ച പോലത്തെ ചെരുപ്പ് കിട്ടിയില്ല. നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് നോക്കാം. ആദ്യം ഭക്ഷണം കഴിക്കാം. ആദ്യം നമുക്ക് കഹാവ ടീ കുടിക്കാൻ പോവാം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, അപ്പൊ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തുനിന്ന് ഒരു മോളിൽ കൂടെ അപ്പുറത്ത് പോകുമ്പോഴത്തേനും അവിടെ ഒരു ചെറിയ ടൗൺഷിപ്പ് പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കഴിക്കാനൊക്കെ അവിടുന്ന് കിട്ടും. അപ്പൊ ആ ടീ, പിന്നെ ആദ്യം നമുക്ക് ടീ കുടിക്കാതെ
അപ്പൊ ആ ടീ ഇല്ലേ ഭയങ്കര ഹൈപ്പുള്ള ആ ടീ കുടിക്കാൻ ഫസ്റ്റ്. സോ ആ ടീ കുടിക്കാനാണ് നമ്മളിപ്പം ഈ ഇടവഴികളിലൂടെ പോകുന്നത്. ഒരു തണുപ്പൊന്നും അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ആസാം മേഘാലയ പോയില്ലേ, അവിടെ ഇതിനെക്കാട്ടിലും തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പൊ ഇതൊക്കെ ഇട്ട് ടൈറ്റ് ആയിട്ട് എന്തായാലും തണുപ്പില്ലാത്ത നന്നായി. ഇതിപ്പോ തടി വെച്ചുകൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. ചായ കണ്ടുപിടിക്കട്ടെ. ഞങ്ങള് കഹാവ കുടിക്കാൻ വേണ്ടി ഒരു ഒരു സ്ഥലത്ത് പോയിരുന്നേ. അപ്പം അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു കഹാവ വേണമെന്ന്. അപ്പൊ തന്നെ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഈ സാധനം ഇതിനു മുന്നേ കുടിച്ചിട്ടില്ലാന്ന്. അപ്പം പുള്ളിയാണെങ്കില് അവിടെ നിന്ന് വെയിറ്റർ പയ്യന്റെ അടുത്ത് പറഞ്ഞു കഹാവ ഉണ്ടോ. അപ്പൊ അവനിങ്ങനെ എന്തോ പോലെ നോക്കിയേ. എന്നപ്പോ പുള്ളി ഇങ്ങനെ ചിരിച്ച് അവര് സിഗ്നൽ കൊടുക്കുവാണേ. ഇവര് ഇതുവരെ കുടിച്ചിട്ടൊന്നും ഉണ്ടാവൂല എന്തേലും എടുത്തോണ്ട് വരാൻ. അപ്പൊ ഞങ്ങള് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇനിയിപ്പൊ എവിടെ പോയി കുടിക്കും. ഇന്ന് ഷിക്കാരയ്ക്ക് പോയപ്പോ ശരിക്കും ഈ കഹാവ എന്ന് പറഞ്ഞ സാധനത്തിന് 50 രൂപയാണ് ഇവര് മേടിക്കുന്നത്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഷിക്കാരയ്ക്ക് പോകുമ്പം ആക്ച്വലി പൈസ കൂടുതലായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലായിടത്തും 50 രൂപ തന്നെയാണ് എന്നാണ് അറിഞ്ഞത് കേട്ടോ. നിജസ്ഥിതി എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്റെ തണുപ്പൊന്നും ഇല്ലടേ. ഞങ്ങള് മുഗൾ ദർബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് വന്നത് ഡിന്നർ കഴിക്കാൻ. കഹാവ നടക്കുമെന്ന് തോന്നുന്നില്ല. കഹാവ ഇവിടെ വലിയ തിരക്കില്ലല്ലോ ഇവിടെ. എന്താ ഓർഡർ ചെയ്യുന്നത്? സോ ഞങ്ങൾ കഴിക്കുന്നത് തന്തൂരി റോട്ടി, മട്ടൻ ദുപ്യാസ. പക്ഷെ ഇത് ശരിക്കും മൈദ കേട്ടോ. എനിക്ക് നല്ല വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതാ അപ്പൊ ഞാൻ വിചാരിച്ചത് തന്തൂർ റോട്ടി ശരിക്കും ഗോതമ്പായിരിക്കും. പക്ഷെ തേഞ്ഞു. എന്നാലും ഞാൻ കഴിക്കുകയാണ്. ഇതാണ് കഹാവ. KEHWA എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ് കേട്ടോ. ഇത് കൊള്ളാം. എന്ത് പറ്റി? ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം ഇന്നലെ കഴിച്ച ഫുഡായിരുന്നു ഈ ഫുഡിനെക്കാട്ടിലും നല്ലത്. പിന്നെ വയറെനിക്ക് നല്ലൊരു പണി തന്നിരിക്കുന്നത് കൊണ്ട് ഞാനൊരു ലൈം ടീ ഓർഡർ ചെയ്തു. ഇതാണ് എൻ്റെ ലൈം ടീ. സാമനെ നോക്കുന്നുണ്ടല്ലോ. നല്ല പുളിയുണ്ട്. ഞാൻ മടുത്തു. ഞാൻ പോയി കിടക്കാൻ പോവാം. ബൈ. സോ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഏകദേശം മടുത്തിട്ട് വല്ലാതെ മടുത്തു കേട്ടോ. ഇനി പോയിട്ടൊന്ന് കിടക്കണം, ഒന്ന് കുളിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കുളിക്കണമെന്ന് തോന്നിയില്ല. നല്ല വയറുവേദന. കാക്ക ഇനി പോയിട്ട് കിടക്കാം. ഞങ്ങൾ ഈ മോളിൻ്റെ അകത്തൂടെ കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങുകയാണ്. സിറ്റി മോൾ എന്ന് പറഞ്ഞിട്ട്. സിറ്റി മോളിൻ്റെ അകത്തൂടെ കയറി അപ്പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാവും. സിറ്റി മോളിനെ ഞങ്ങൾ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വന്ന വഴിക്കാണ് ഒരു ജ്യൂസ് കട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താ ഇതിന്റെ പേര്? ഷെയ്ഖ് മോസ്. അപ്പൊ ഞങ്ങൾ ഷെയ്ഖ് മോസിലൊന്ന് കയറിയിട്ട് സാം ഒന്നും കഴിച്ചിട്ടില്ല. അവന് ജ്യൂസ് മേടിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവൻ രാത്രി എഴുന്നേറ്റ് കറങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാമന് ജ്യൂസ് നോക്കി അങ്ങോട്ട്. സ്മൈൽ. സാമു അവന്റെ കണ്ണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതാണ്. ഇന്നലെയും അവന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു. ഇപ്പൊ കയ്യില് ജീരകത്തിന്റെ ആ സാധനം ഹോട്ടലിൽ നിന്ന് എടുത്തുള്ളത് കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇടയാം. ഇന്ന് ഇടയാനും ഇടയാതിരിക്കാനും ഉള്ള സാധ്യതകളുണ്ട്.
Smile. Did you smile? Need a cam. കശ്മീർ ഡേ 2. അപ്പനും മോനും വഴക്ക് കൂടുന്നു. അമ്മ വളരെ സുന്ദരിയായി ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങി നിൽക്കുന്നു. 7 April 2025. സോ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കാശ്മീർ. നമ്മൾ ഇന്ന് 8 മണി ആയപ്പോഴത്തേക്കും എന്തിനും ഏതിനും നോ പറയാൻ പഠിച്ച എൻ്റെ മോൻ എന്ത് ചോദിച്ചാലും നോ പറയും. വെള്ളം വേണമെന്ന് ചോദിച്ചാൽ നോ, ബിരിയാണി വേണമെന്ന് ചോദിച്ചാൽ നോ, എന്തിനും നോ ആണ്. നമ്മളിന്ന് സോൻമാർഗിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം 8:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്കൂർ ഇവിടെ നിന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രീനഗറിലാണ്. 100 കിലോമീറ്റർ. മിനിഞ്ഞാന്ന് എനിക്ക് അത്ര നന്നായി ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് ഇവർ രണ്ടുപേരും എൻ്റെ തലയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഇതാ ഈ മുതൽ ഇത് നേരെ കിടക്കത്തില്ല, ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കും. അപ്പം പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി തറയിൽ കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് തൂത്ത് തരുവാണോ നീ? പക്ഷെ ഇന്നലെ ഞാൻ എൻ്റെ ബൗണ്ടറി നിശ്ചയിച്ചു. നിശ്ചയിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലം കിട്ടി. ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തു എൻ്റെ സ്ഥലം, എൻ്റെ ടെറിറ്ററി ഞാൻ വിട്ടുകൊടുക്കില്ല. ഇല്ല, തരില്ല ഞാൻ. അതുകൊണ്ട് നന്നായി ഉറങ്ങി. ഹായ് പറ. ഹായ്, സ്മൈൽ. സ്മൈൽ. പോടാ. ഞങ്ങളങ്ങനെ ഇപ്പം പകുതി വഴി എത്തിയിട്ടുണ്ട്. സോൻമാർഗ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ സ്മോൾ ഈറ്റ്സിന് വേണ്ടി കയറിയതൊരു ധാബയില്. ഇത് സിന്ധല്ലേ? സിന്ധാന്ന് തോന്നുന്നു കേട്ടോ. ഇത് പാകിസ്ഥാനിലേക്ക് ഒഴുകി പോവാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോ നല്ല തണുപ്പ്. അതർവൈസ് കാറിനകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വലിയ തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാൻ എപ്പോഴത്തെയും പോലെ ഓവർ സ്മാർട്ട് ആയിട്ട് ഇത് മാത്രം ഇട്ടിട്ട് ഇറങ്ങി വന്നു. പക്ഷെ എനിക്ക് നല്ല തണുത്തോണ്ട് ഞാൻ ക്രിസ്റ്റിയുടെ ജാക്കറ്റ് എനിക്ക് തന്നതല്ല, ഞാൻ ബലാത്കാരമായി മേടിച്ചതാണ്. എനിക്ക് അങ്ങനെ തരുന്ന ഒരു ഭർത്താവല്ല. എനിക്ക് തരുന്ന ഭർത്താവ് ഇല്ല, അതല്ല ഇത്. അത് ഞാൻ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് എന്റെ അച്ചാർ. ഞങ്ങൾ ആലു പറാത്തയും സ്മോൾ ഈറ്റ്സ് ഞാൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ ആലു പറാത്തയും പനീർ പറാത്തയും 2 മസാല ചായയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. കൈ മുക്കണോ? മുക്കിയിട്ട് ഇത് ഞങ്ങൾ ഇരിക്കുന്നത് ഇതിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പൊ നല്ല തണുപ്പാണ് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് മാറിയിരുന്നാലോടാ, തണുക്കുന്നു. അങ്ങോട്ടിരിക്കാം. വെയിലത്ത് നിൽക്കുമ്പോ നല്ല റിലാക്സേഷൻ ഉണ്ട്. ആലു പറാത്ത, പിക്കിൾ, മസാല ചായ. ഇത് ആലു പറാത്തയാണോ പനീർ പറാത്തയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഈ തണുപ്പത്ത് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ ചൂടത്ത് ഇത് കഴിക്കുമ്പോൾ അത്ര. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പ്രസാദിച്ച് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ 2 കണ്ണുകൾ കൊണ്ട്. നമ്മൾ അതിന്റെ മണ്ടയിലോട്ടാ പോന്നെ. എന്നെ ആക്കാനായി മാത്രം എവിടുന്നോ പൈസ മേടിച്ച് വന്നിരിക്കുന്ന ഒരു മുതലാണ് ഇത്. ഈ മുതൽ, ഈ ഇരുന്ന് തിന്നോണ്ടിരിക്കുന്ന മുതൽ. ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്റെ ഭർത്താവിന് അതിനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നത്.
സാമു സാമു നീ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തു തരും. അമ്മ ആ കല്ലേ പോയി നിൽക്കാം വെള്ളത്തിന്റെ നടുക്ക്. എനിക്ക് നീയല്ലേ ഉള്ളൂ. അമ്മ ആ കല്ലിന്റെ നടുക്ക് പോയി നിന്ന് നീ ഒരു ഫോട്ടോ എടുത്തു തരുവോടാ. बहुत मुश्किल बहुत हार्ड लाइफ है सर. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നാക്കൊക്കെ പൊള്ളിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു കാവ കുടിച്ചു, ഒരു ചായ കുടിച്ചു. കാവയുടെ മുകളിൽ ഇങ്ങനെ നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. जाने के लिए इनको नीचे से चढ़ के जाना होता है. जी सर. अच्छा. ടൂറിസ്റ്റ് അത് വേണം. बहुत मुश्किल लाइफ बहुत हार्ड लाइफ है सर. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നാക്കൊക്കെ പൊള്ളിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു കാവ കുടിച്ചു, ഒരു ചായ കുടിച്ചു. കാവയുടെ മുകളിൽ ഇങ്ങനെ നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് जाने के लिए इनको नीचे से चढ़ के जाना होता है. जी सर. സാമു ലിപ് ബാം ഒക്കെ തേച്ചിങ്ങനെ ഇരിക്കുവാണ്. അതൊക്കെ വീണോ? ഏതാ പൊന്നെ? അങ്ങനെയല്ലേ, നൈനിറ്റാളിലും അങ്ങനെ തന്നെയായിരുന്നു. എന്താന്ന് അറിയത്തില്ല. ഞാൻ നൈനിറ്റാളിനെ പറ്റി പറയുമ്പോൾ ചിലർക്കൊന്നും ഇവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ആകെ ഒരു നൈനിറ്റാൾ പോയിട്ടുണ്ട്. അതപ്പോ നൈനിറ്റാളിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊന്നും അവിടെ പോവാത്തതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത് തീർത്തും സ്വാഭാവികം. ഞാൻ ഇവനോട് കൂട്ടും ഇല്ലാതിരിക്കുവാണ്. ഇവനോട് ഞാൻ കൂട്ട് വെട്ടിയിട്ടാ ഉള്ളത്. കൂട്ട് കൂടുന്ന പ്രശ്നവും ഇല്ല. ഞാനും എന്റെ മോനും ആ സെറ്റ് അല്ലേടാ. 5 little ducks went out one day over the hill and far away. And Mother duck said, quack, quack, quack. അടഞ്ഞു അച്ഛൻ ഇന്ന് വെതർ നല്ലതല്ല. ബൈ ബൈ. എന്തോ സ്നോ അപ്പാനോട് പറ. സ്നോ പറ. അപ്പാ. എന്തോ?